ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിരി റിയാക്ഷൻ ആണ്. കിങ് ഓഫ് കൊത്ത. ഇന്ന് കൊത്തയുടെ ദിവസം കേട്ടോ. തീർച്ചയായിട്ടും അതെ, ഇന്നാണ് ആ ദിവസം. 28-ാം തീയതി മോനെ കൊത്തയിലെ രാജാവ് ഇന്ന് അവതരിക്കും. 6 മണിക്ക് അവതരിക്കും. എന്തായാലും അതിന്റെ ഒരു പോസ്റ്റർ ഇവർ തന്നിട്ടുണ്ട്. നമുക്ക് ആ പോസ്റ്റർ ഒന്ന് കാണാം. ദേ, എന്ത് തോന്നി ഇത് കണ്ടപ്പോ? ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടു കഴിഞ്ഞിട്ട് സെക്കൻഡ് ലുക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഫസ്റ്റ് ലുക്ക് ഒരു രക്ഷയില്ല, വേറെ ലെവലായിരുന്നു. സെക്കൻഡ് ലുക്ക് എന്നാ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇല്ലായിരുന്നു, വളരെ മോശമായിരുന്നു. അതെ, അതായത് ശോകം. ഇപ്പത്തത് ഒരു രക്ഷയില്ല. ഇത് കണ്ടപ്പോ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു, ശരിക്കും സെക്കൻഡ് ലുക്ക് ഒക്കെ ആയിട്ട് ഇതാക്കി വിടണ്ടായിരുന്നു. അല്ല, ഇപ്പൊ നമുക്ക് എന്തായാലും കോൺഫിഡൻസ് ആയല്ലോ. അതായത് ടീസർ, വരാൻ പോകുന്ന ടീസർ ഗംഭീരമായിരിക്കും എന്നതിന്റെ സൂചനയാണത്. തീർച്ചയായിട്ടും ഉറപ്പാണ്. പിന്നെ മാത്രല്ല, സെക്കൻഡ് ലുക്ക് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ദുൽഖറിനെ കൊണ്ട് പറ്റൂലേ, കൂട്ടിയെ കൂടൂലേ എന്നുള്ളത്. പക്ഷെ ഇത് കണ്ടപ്പോ ആ ഇതങ്ങ് മാറി കിട്ടി, ആ സംശയം മാറി. അതാണ് കാരണം പക്ക ഒരു ഫയർ ഉണ്ട്. തീർച്ചയായും മാസിനുള്ള ഒരു ഇരുത്ത് തന്നെയാണത്, അല്ലേ? ഒരു മാസ് സീന്. അതെ, അത് തന്നെയാണ്. അതായത് ചില പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴേ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കഴിയും എന്നുള്ളത്. അതെ, അതേപോലെ ഒരു പോസ്റ്റർ ആട്ടോ ഇന്നലെ ഇവര് തന്നിട്ടുള്ളത്. അത് ഇത് കുറുപ്പിലെ അതേ ഒരു ഇരുത്തല്ലടാ. അത് കയ്യില എന്താ സിഗരറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ആണോന്ന് ചോദിച്ചാൽ ലുക്കില് വ്യത്യാസമുണ്ട്. ലുക്കിലല്ല, അതായത് ആ പോസിങ്ങില്, അതായത് ഇതിങ്ങനെ പോസിങ് ഏകദേശം സെയിമാ. പക്ഷെ ഭീകരമായിട്ട് ഈ ഫോട്ടോ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും സിനിമയിലെ ഒരു സീന് തന്നെ ആയിരിക്കും. അതായത് ഒരു പോസ്റ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്തതല്ലത്, ഒരു ഫോട്ടോഷൂട്ട് അല്ല. ഇത് അതിനകത്ത് ഒരു സീൻ എടുത്തിട്ടുള്ളത് പോലെ തന്നെയാണ് കേട്ടോ. അതെ, ഒരുപാട് പെട്ടി, അതായത് ബാക്കിലും മുന്നിലും സംഭവം അത് കത്തുന്നുണ്ട്. അതായത് ആരോ കത്തിച്ചോ എടുത്തിട്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേനകത്ത് ഒരു ടീസർ മറ്റേ ഗ്ലിംസിനകത്ത് കണ്ടില്ലായിരുന്നു കുറെ, എന്താ പറയാ, മയക്കുമരുന്നിന്റെ ഒക്കെ പാക്കറ്റുകളൊക്കെ ഉള്ളത്. അതായത് മോഷൻ പോസ്റ്ററിൽ, മോഷൻ പോസ്റ്ററിൽ അതെ, ആ ബോക്സുകൾ തന്നെ ആയിരിക്കണം. ആള് എന്തായാലും ഒരു നാർക്കോട്ടിക്സ് ബിസിനസ് നടത്തുന്ന ഒരാളാണ്, അത് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ ആളുടെ തന്നെ ചരക്കുകൾ ആരോ എടുത്ത് കത്തിച്ചതായിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വയം കത്തിച്ചു. സ്വയം കത്തിച്ചതിന്റെ ഇരുത്താണ് കാണുന്നത്, അല്ലേ? ചിലപ്പം ബുദ്ധിപരമായ ഒരു നീക്കം തന്നെ ആയിരിക്കണം മേ ബി അത്. എന്താണെങ്കിലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് ഇനി പറയാനുള്ളത്. അതല്ല, ഇത് ഇപ്പം ഇത് കുറെ ബോക്സ് കത്തുന്നുണ്ടല്ലോ, അതായത് ബോക്സ് ഓഫീസ് കത്തുന്നല്ല അതിന്റെ അർത്ഥം, അതല്ല ഇപ്പൊ പറഞ്ഞത്. അത് പറയാതെ പറഞ്ഞു, ഫോട്ടോയിലൂടെ പറഞ്ഞിരിക്കുക. അത് അല്ലെങ്കിലും ഉറപ്പല്ലേ ബോക്സ് ഓഫീസ് കത്തുന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഉറപ്പാണ് കത്തിയിരിക്കും. ശരിക്ക് ഒരു കിട്ടിലൻ പോസ്റ്ററാണ് തന്നത്. പക്ഷെ അതിനേക്കാളും നമ്മൾ ഞെട്ടിച്ചത് ഇന്നലെ, അതായത് മമ്മൂക്കയുടെ ഒഫീഷ്യൽ പേജിലൂടെ ടീസറിന്റെ മലയാളം ടീസർ കിങ് ഓഫ് കൊത്തയുടെ പുറത്തുവിടുമെന്ന് കേട്ടപ്പോഴാണ് ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ആര് പറഞ്ഞത് മമ്മൂക്ക ഇട്ടതെന്ന്? ആര് പറഞ്ഞു? നൈസായിട്ട് വാപ്പച്ചിയുടെ ഫോൺ എടുത്തു, ജസ്റ്റ് ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്തു, സാധനം ഒരൊറ്റ വിടല. ഇതുവരെ ഫോണ് എന്താ കൈ കിട്ടിയില്ല എന്ന് കേട്ടത്. ഇനി എന്തായാലും ടീസർ റിലീസ് ചെയ്തതിനു ശേഷം മമ്മൂക്കയുടെ കയ്യിൽ ചിലപ്പോ ഫോൺ എത്തിയേക്കാം, അല്ലാതെ മമ്മൂക്ക ഇടുന്നു തോന്നുന്നില്ല. മലയാളത്തില് ശരിക്കും ഈ ഒരു സംഭവം നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത് ദുൽഖർ തന്നെ ആയിരിക്കും മലയാളത്തിൽ ചെയ്യുന്നതെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. ഇതൊരു ഗംഭീര അപ്ഡേറ്റ് ആയിപ്പോയി. അതിന്റെ ആവശ്യമുള്ളായിരുന്നു. പക്ഷെ മമ്മൂക്ക തന്നെ ചെയ്യുമ്പോഴേ സംഭവം എടുക്കും. കാരണം മമ്മൂക്കയുടെ പേജിലൂടെ, പിന്നെ ദുൽഖർ എന്തായാലും ചെയ്യുമല്ലോ ഏതും. അതെ, ദുൽഖറിന്റെ പേജിലും ചെയ്യും, മമ്മൂക്കയുടെ പേജിലും ഉണ്ടാവും. പിന്നെ നമുക്കറിയാം മറ്റുള്ള ഭാഷകളിൽ ഓരോരുത്തരെയും. മഹേഷ് ബാബു ആണ് തെലുങ്കിൽ ചെയ്യുന്നത്, കന്നഡയില് രക്ഷിത് ഷെട്ടിയാണ്, തമിഴില് സിംബു ആണ്. അപ്പോൾ ഒരു ചോദ്യചിഹ്നം അവിടെ നിൽപ്പുണ്ട്, ഹിന്ദി ആരായിരിക്കും? ഏതോ പറയാൻ പറ്റില്ല, കാരണം ഒരു ഇരിപ്പേഷം വെച്ചിട്ടേ വെച്ചിട്ടായിട്ടൊരു ബന്ധമുണ്ട്. അതെ, കാരണം ചുപ്പ് സിനിമയില് ഒരു പാട്ട് തന്നെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അമിതാഭ് ബച്ചൻ എഴുതിയത്. അപ്പം അവര് തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് മേ ബി ഹിന്ദി അമിതാഭ് ബച്ചനും ആയിരിക്കും. എന്നാ പിന്നെ തീർന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അതെന്തായാലും ഇന്ന് മേ ബി നമ്മൾ ഈ വീഡിയോ കിട്ടി കഴിഞ്ഞതിന് ശേഷം വരും. സത്യമായിട്ടും നമ്മൾ ഏത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് അടുത്ത അപ്ഡേഷൻ വന്നോളൂ. എന്തായാലും അത് ഇന്ന് തന്നെ അറിയാട്ടോ. എന്തായാലും ഗംഭീരമായൊരു പോസ്റ്ററും പിന്നെ
ഈ പോസ്റ്റർ ഇല്ലെങ്കിൽ പോലും നമുക്ക് വൈബ് തന്നെയാണ്. പിന്നെന്താ, കാരണം കിങ് ഓഫ് കൊത്തയുടെ ഒരു ഹൈപ്പ് അത്രത്തോളം വലുതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു മോഷൻ പോസ്റ്ററൊക്കെ വെച്ചിട്ടേ ഒരു ടീസർ, ഫാൻ മെയ്ഡ് ടീസർ വന്നു. ഈ ഫാൻ മെയ്ഡ് ടീസർ ചെയ്തിരിക്കുന്നത് ആൽഫിൻ ആന്റണി ജോസഫ്. അപ്പോൾ എന്തായാലും നമുക്കിത് കാണാം. ഓ ചാർലി അത് ഏതാ ചെമ്പൻ ഗോകുൽ സുരേഷ് കാസ്റ്റിംഗ് മൊത്തം ഉണ്ടല്ലോ. രവി കത്തും കാട്ടു തീയാവുന്നു. പട്ടക്കം പൊട്ടിക്കണ ആരെയാണല്ലോ പൊട്ടിക്കണേ. അതായത് എന്റെ ജീവൻ, അത് തന്നെയായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ്. നൈലാവിഷ്ട പക്ക. അതാരാ കിടക്കുന്നത്? നാളെ എന്നൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊരു ദിവസം ഉണ്ടെങ്കിൽ ഇതിന്റെ കണക്ക് ഞാൻ തീർക്കും. എന്താ ബീജമില്ലേ, അടിപൊളി, സൂപ്പറായിട്ട് നല്ല ടീസർ, എല്ലാം കറക്റ്റ് ആയിട്ട് ആപ്റ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഗോകുൽ സുരേഷിന്റെ പക്കയായിരിക്കും. കാരണം നമ്മൾ ഇതിന്റെ മോഷൻ പോസ്റ്റർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യം തന്നെയാണ്. അതായത് ആളുടെ ക്യാരക്ടർ അതിലൊരു ഫോട്ടോഗ്രാഫറാണ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അല്ലേ. അപ്പോൾ ആളിതിൽ പെട്ടുപോകുന്നതും, പിന്നെ അത് മാത്രമല്ല ഇവരുടെ എല്ലാം രണ്ട് ടീം ഇതിലുണ്ടെങ്കിൽ ആ രണ്ട് ടീമിൻ്റെയും എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്ന ആളായിരിക്കും. രണ്ട് ടീമിന്റെയും ശത്രു ഒരാളായിരിക്കും. പിന്നെ ഈ കാസ്റ്റിങ്ങിലുള്ള എല്ലാരെയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഷമ്മി തിലകൻ കൊണ്ടുവന്നിട്ടുണ്ട്, ചെമ്പൻ വിനോദിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഗോകുലിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ നൈല ഉഷ, ഐശ്വര്യലക്ഷ്മി, അനിക, അങ്ങനെ ആ സിനിമയിലുള്ള എല്ലാരെയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഗംഭീരമായിട്ടുണ്ടോ ചെയ്തത്, പക്കയുണ്ട്, നല്ല സിങ്ക് ഉണ്ട്, അടിപൊളി ടീച്ചർ. അതെ, ഇനിയിപ്പോ ഒറിജിനൽ എന്തായിരിക്കും, ഈ ഒറിജിനൽ എന്തായിരിക്കും എന്നുള്ളതിനുള്ള ഒരു ഉത്തരം പ്രൊഡ്യൂസേഴ്സ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം സി സ്റ്റുഡിയോസും മറ്റേ വേഫെയറും കൂടി അവര് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ദിവസമല്ല, ഒരാഴ്ച ആഘോഷിക്കാനുള്ള മുതലുണ്ടാവുന്നാണ് പറഞ്ഞിട്ടുള്ള ടീസർ. പോരെ, പ്രൊഡ്യൂസേഴ്സിന് ഈ സിനിമയിലുള്ള വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും. ടീസർ തീയാണെന്നാണ് കേട്ടത് കേട്ടോ. പിന്നെ അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ദുൽഖറിന്റെ ടോട്ടലായിട്ടുള്ളൊരു സംഭവം എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു കാത്തിരിപ്പുണ്ട്. പിന്നെ മറ്റ് കഥാപാത്രങ്ങളുടെ ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ട്. പിന്നെ BGM, ഇപ്പം നമ്മൾ മോഷൻ പോസ്റ്ററിൽ കേട്ട ഒരു BGM വേറെ ലെവലാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ BGM വെച്ചിട്ട് വേറെ ഒരു വരവും ഒക്കെ ഉണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് വേറെ ട്രാക്കൊക്കെ എന്തിനാന്ന് അതിന്റെ പോലെ ധാരാളം. നമ്മളെ ഭീഷ്മത്തിന്റെ ടീസർ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു പവർ വേറെ ആയിരുന്നല്ലോ. ഭീകരായിരുന്നു അത്. ആ ടീസറിന്റെ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു. അപ്പൊ അതുപോലത്തെ ഒരു ഐറ്റം ആവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലത്തെ ഒരു ഐറ്റം തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും ഇതിങ്ങനെ പല കട്ട്സുകളായിരിക്കും, അതോ ഇതുപോലെ ഒരു ഒറ്റ രംഗത്തിലെ ഏതെങ്കിലും ഒരു സംഭവം അങ്ങനെ കാണിച്ചിട്ടുള്ള സംഭവമായിരിക്കും? ഒറ്റ രംഗത്തിലെ ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം പല കട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും ഉൾപ്പെടുള്ളൂ. അതെ, അല്ല ഉൾപ്പെടണമെന്നില്ലല്ലോ.
എല്ലാവരും വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ദുൽഖറിനെ മാത്രമായിട്ടായിരിക്കും കാണിക്കുന്നത്. അതെ. അല്ല ഈ എന്താണ് ഭീഷ്മപുരത്തിന്റെ ടീച്ചറിന്റെ പവർ അതുകൊണ്ടായിരുന്നു. അതൊരു സത്യം. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം 6 മണി വരെ. 6 മണി ആക്കണല്ലേ ഇനി 6 മണി ആക്കലൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ 6 മണി വരെ തള്ളി നീക്കി ഇരിക്കണം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അതെ ദുൽഖർ നമുക്കിടെ ഫോണൊക്കെ കൊടുത്തേക്കിട്ടോ. ടീച്ചർ ഇട്ട് കഴിഞ്ഞിട്ട് കൊടുത്തോളാം. 6 മണിക്ക് ശേഷം കൊടുക്കോളൂ. 6 മണിക്ക് ശേഷം കൊടുത്തോളൂ.